എത്രയും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു കരഞ്ഞു എന്നുള്ളൊരു വിഷയം. യേശു ക്രിസ്തു കരഞ്ഞു കേൾക്കുമ്പോൾ വളരെയധികം അതിശയോക്തി ഉണ്ടാക്കുന്ന ഒരു വാചകം കൂടിയാണ് യേശു ക്രിസ്തു കരഞ്ഞു എന്നുള്ളത്. യേശു കരഞ്ഞു എന്നുള്ളതാണ് ബൈബിളിൽ കാണുന്ന ഏറ്റവും ചെറിയ വാചകം, ഒരു പദപ്രയോഗം എന്നൊക്കെ പറയാം. ഏറ്റവും ചെറിയൊരു ഫ്രേസ് ബൈബിളിൽ കാണുന്നത് യേശു കരഞ്ഞു എന്നുള്ളതാണ്. യേശു എന്ന് പറയുമ്പോൾ ദൈവപുത്രനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവം കരയുമോ? ദൈവം തന്നെയാണ് യേശു, യേശു തന്നെയാണ് ദൈവം എന്ന് പറയുകയും ദൈവം കരയുമോ? യേശു കരഞ്ഞാൽ ദൈവം കരയുന്നു എന്നും കൂടിയാണ് അർത്ഥം. ഞാൻ ഈ അടുത്ത് ഒരു വലിയൊരു പ്രബന്ധം കാണുവാനിടയായി. ഒരു തീസിസ്, പഴയകാല തീസിസുകളുടെ ഒരു ശേഖരം മറിച്ച് നോക്കുമ്പോൾ ഒരുപാട് പേര് എഴുതിയ തീസിസ് എൻ്റെ കണ്ണിൽപ്പെട്ടു. പക്ഷെ അതിൽ കൂടുതൽ ആകൃഷ്ടനായത് ഒരു പ്രത്യേക ഒരു തീസിസാണ്. അത് എഴുതിയ ആളുടെ പേര് എനിക്കറിയില്ല, ഓർക്കുന്നില്ല. പക്ഷെ അതിൽ ആ ഒരു ഹെഡിങ്, ആ തീസിസിന്റെ പേര്, അതാണ് എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസ് വെപ്റ്റ് എന്നുള്ളതാണ്. ഒരു വലിയ തീസിസ്, 10-65 പേജുള്ള ഒരു തീസിസാണ്. അതിന്റെ ഹെഡിങ് ജീസസ് വെപ്റ്റ്, ഇംഗ്ലീഷിലാണ്. അപ്പൊ ജീസസ് വെപ്റ്റ്, അതായത് യേശു കരഞ്ഞു, യേശു വിലപിച്ചു എന്നുള്ള ഒറ്റ ഹെഡിങ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ആമുഖം എഴുതാം, അതും അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എഴുതാം, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതാം, അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതാം, അതേപോലെ ഒരു ഫുൾ ചാപ്റ്റർ എഴുതാം, 2 ചാപ്റ്റർ എഴുതാം. ഇത് 10-15 ചാപ്റ്റേഴ്സ് വരുന്ന, ഒരു 65 പേജുകളൊക്കെ വരുന്ന ഒരു വലിയ പ്രബന്ധം. അതിന്റെ മൊത്തത്തിന്റെ പേരാണ് ജീസസ് വെപ്റ്റ്. ടൈറ്റിൽ നെയിം ഓഫ് ദ തീസിസ്. ആ പ്രബന്ധത്തിന്റെ പേര് ജീസസ് വെപ്റ്റ്. ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർക്കുവാനുണ്ട് അതിൽ. കാരണം അത് ഞാൻ കരഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ കരഞ്ഞതോ പോലെയുള്ള ഒരു കരച്ചിലല്ല. അതിനൊരു പ്രത്യേകതയുണ്ട്. അത് എത്ര എഴുതിയാലും, പ്രപഞ്ചം മുഴുവൻ പുസ്തകങ്ങൾ അടുക്കി വെച്ച് അതിലെല്ലാം എഴുതി ചേർത്താലും വീണ്ടും വീണ്ടും ഒരുപാട്, അതൊന്നും മതിയാവില്ല. അതെല്ലാം ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലും ആവില്ല എന്ന് പറയാം. അങ്ങനെയുള്ളൊരു സബ്ജക്റ്റാണ് ജീസസ് വെപ്റ്റ്, യേശു കരഞ്ഞു. ബൈബിളിൽ ഇത് കാണുന്നത് 3 തവണയാണ് യേശു കരഞ്ഞതായിട്ട് ബൈബിൾ ചൂണ്ടിക്കാണിക്കും. ലാസറസ് മരിച്ചതിന് ശേഷം, യേശുവിന്റെ കൂട്ടുകാരനായിരുന്ന ലാസർ മരിച്ച അവിടെ യേശു എത്തുമ്പോൾ, 4 ദിവസം കഴിഞ്ഞ് യേശു എത്തുമ്പോൾ, അവിടെയാണ് ഒരു സമയത്ത് യേശു കരയുന്നത്. ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്രയോ വലിയൊരു ദേവാലയമായിരുന്നു. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട യേശു കരഞ്ഞു എന്ന് പറയും. പിന്നീട് ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് രക്തം വിയർത്ത് കരഞ്ഞു. ശരിയാണ്, ജീസസ് കുട്ടികളെ പോലെ ആയിരുന്നപ്പോൾ നമ്മളും ചെറുപ്പത്തിലേക്ക് കരഞ്ഞിട്ടൊക്കെ വന്നു. അങ്ങനെയുള്ള കരച്ചിലല്ല, ഇത് പക്വതയാർന്നു, പാകതയാറ്റിലും എത്തിയ ഒരു വ്യക്തിയുടെ കരച്ചിലാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഒരുപാട് കരഞ്ഞിട്ടുള്ളതാണ്. കൊച്ചായിട്ടിരുന്ന യേശു ക്രിസ്തു കരഞ്ഞിട്ടൊക്കെയാണ് ഇത്ര വലുതായത്, 31 വയസ്സ് വരെ എത്തിയത്. പക്ഷെ ഒരു പ്രായ പക്വതയിലെത്തിയ ഒരു വ്യക്തി കരയുക എന്ന് വെച്ചാൽ കരച്ചിലിനൊരു വാല്യൂ ഉണ്ട്. അത് ശരിക്കും മനസ്സ് അലിവ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു വികാര തീവ്രതയിലാണ് കരയുന്നത്. അപ്പോൾ ഈ കരച്ചിലിന് മറ്റ് കരച്ചിലുകളിൽ നിന്ന് വ്യത്യാസമുണ്ട്. അത് ദൈവം തന്നെ കരയുകയാണ്. എന്തുകൊണ്ടായിരിക്കണം യേശു ക്രിസ്തു കരഞ്ഞത്? പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിലെ ഒരു രംഗമുണ്ട്. യേശു ക്രിസ്തു, ഇതാ ഞാൻ എൻ്റെ ആത്മാവ് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തല താഴ്ത്തി മരണത്തിലേക്ക് പോകുമ്പോൾ ആ മുകളിൽ നിന്നൊരു ബാഷ്പകണം, ഒരു ചെറിയൊരു കണികയായിട്ട്, ഒരു ചെറിയൊരു തുള്ളിയായിട്ട് ഇങ്ങനെ താഴേക്ക് പതിയെ വീണ് ആ ഭൂമിയിൽ തെറിച്ച് ഭയങ്കര പ്രകമ്പനം ഉണ്ടാക്കുന്നൊരു സീനുണ്ട്.
ആ രംഗം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ കലാകാരൻ, ആ ഒരു സംവിധായകൻ അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ ആ രംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർഗീയ പിതാവ് തൻ്റെ മകന്റെ അവസ്ഥയോർത്ത് കരഞ്ഞുവെന്നാണ്. ദൈവത്തിന്റെ പുത്രനെ ഓർത്ത് കരയുന്ന ഒരു നിമിഷം. ഇതിനു മുമ്പ് ദൈവം കരഞ്ഞുപോയൊരു നിമിഷമുണ്ട്. ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിൽ വെച്ച് അനുസരണക്കേട് കാണിച്ച ഒരു നിമിഷം. ആ കരച്ചിലിന് പരിഹാരമാകുവാൻ വേണ്ടിയുള്ളൊരു കരച്ചിൽ കൂടിയായിരുന്നു വീണ്ടും കരയേണ്ടി വന്നു. ഒരു മാനുഷിക തലത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു പിതാവ്, മനുഷ്യനായിട്ടുള്ള ഒരു പിതാവ് ഈ അവസ്ഥയിൽ കരയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയും. ആ ഒരു റെപ്രസെന്റേഷനാണ് സംവിധായകൻ സ്വർഗീയ പിതാവിനെ ഒരു മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട്, ഒരു മാനുഷിക തലത്തിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് കരഞ്ഞു എന്നുള്ളൊരു രംഗം ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ തന്നെയാണ് ദൈവവും, ദൈവം തന്നെയാണ് മനുഷ്യനും എന്ന രൂപത്തിലാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ക്രിസ്തുവും മനുഷ്യനെ പോലെ എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളുന്നവരാണ്. എന്നാൽ ഒരൊറ്റൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ കരയുന്നത് നമ്മളിൽ പാപം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ക്രിസ്തു കരയുന്നത് മനുഷ്യന്റെ പാപം കണ്ടുകൊണ്ടാണ്, മനുഷ്യന്റെ ദുരവസ്ഥ കണ്ടിട്ടാണ്. അവനിൽ പാപമില്ലാഞ്ഞിട്ടാണ് അവൻ കരയുന്നത്. ക്രിസ്തു അല്ലെങ്കിൽ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് മാലാഖമാരെ പോലെ തന്നെ തന്നോടൊപ്പം സന്തോഷത്തിൽ ചേരാനാണ്. എന്നിട്ടും മനുഷ്യന് വന്ന ഈ ദുരവസ്ഥ കണ്ട് ദൈവം മുകളിൽ നിന്ന് കരയുകയാണ്. അങ്ങനെ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരാൾ കരഞ്ഞാൽ മതിയാകും എന്ന ദൈവത്തിന് മനസ്സിലായി. ദൈവം തൻ്റെ പുത്രനെ അയച്ച് ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബലി കൊടുത്ത് അവൻ തന്നെ ഒരു വലിയൊരു വിലാപം നടത്തുകയാണ്. അത് മതിയാവും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി എന്നുള്ളത് പിന്നീട് ദൈവം തന്നെ തെളിയിക്കുകയാണ്. മനുഷ്യന്റെ എല്ലാ പാപങ്ങളും ദൈവത്തിന്റെ കരച്ചിലിൽ അങ്ങ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരിക്കലും കരയേണ്ടി വരില്ല, മുറവിളി ഉണ്ടാവുകയില്ല. കാരണം എല്ലാ പാപങ്ങളും വലിച്ചെടുത്തിട്ടാണ്, അല്ലെങ്കിൽ തുടച്ചു മാറ്റാൻ പോകുന്ന ഒരു ജലബാഷ്പ കണമാണ് യേശു ക്രിസ്തുവിന്റെ കരച്ചിൽ. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു കരച്ചിലാണ്, ഒരു വിലാപമാണ് യേശു ക്രിസ്തുവിന്റെ ഇതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മനുഷ്യർക്ക് തങ്ങളുടെ എല്ലാ ഡെയിലി ഉള്ള ജീവിതത്തിൽ എല്ലാ ദിവസവും ഓരോരോ കാരണങ്ങളുണ്ട് ഓരോരുത്തർക്ക് കരയുവാൻ. പക്ഷേ ഈ കരച്ചിലുകളൊന്നും ശാശ്വതമല്ല, അത് താൽക്കാലികമാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി കൂടിയാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ച് മനുഷ്യന്റെ കണ്ണുകളിൽ നിന്ന്, കൺതടങ്ങളിൽ നിന്ന് ഈ കരച്ചിൽ തുടച്ചു മാറ്റിയത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ആ ഒരു റിയാക്ഷൻ അത് തികച്ചും പോസിറ്റീവായിട്ട് പ്രത്യാശ ഉളവാക്കുന്ന ഒന്നായിരിക്കണം. അതിനാൽ ഇനി മേലാൽ ഒരു കാര്യവും ഓർത്ത് വിലപിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വേണ്ടി വിലപിച്ചവൻ എല്ലാ പ്രശ്നങ്ങളും, ഇനി വരാനിരിക്കുന്നവരുടെ എല്ലാ പ്രശ്നങ്ങളും എടുത്തു മാറ്റിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ഉറപ്പാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷം. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം ഒരു വ്യക്തി നമുക്ക് വേണ്ടി കരഞ്ഞ് എല്ലാ നെഗറ്റീവ് എനർജീസ് തുടച്ചു നീക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ചില കടകളിൽ ഈ ദിവസങ്ങളിൽ ഞാൻ ചില കടകളൊക്കെ സന്ദർശിക്കാൻ എനിക്കിടയായിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം നിറച്ച് വെക്കും. അതിലൊരു ചെറുനാരങ്ങ ഇട്ട് വയ്ക്കും. ആ ചെറുനാരങ്ങ ഇട്ട് വയ്ക്കുന്നതിൻ്റെ ലോജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭവനത്തിൽ, ആ കടയിൽ ഉള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ആ ചെറുനാരങ്ങയിലേക്ക് വന്നു ചേരും എന്നാണ്. അങ്ങനെ വന്നു ചേർന്ന് ആദ്യം വെള്ളത്തിന് താഴെ കിടന്നിരുന്ന ചെറുനാരങ്ങ ഈ നെഗറ്റീവ് എനർജി എല്ലാം സംശീകരിച്ചത് മുകളിലേക്ക് ഉയർന്നു വരും, പൊങ്ങി വരും എന്ന് പറയുന്നു.
അപ്പോൾ അതെടുത്ത് കളയണം. ഇതാണ് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇതുപോലെ തന്നെയാണ് എല്ലാ നെഗറ്റീവ് എനർജികളും ഇല്ലാതാക്കുവാൻ യേശുക്രിസ്തു നമ്മൾക്കായി ഒരു തവണ നന്നായിട്ടും കരഞ്ഞിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഇനി അങ്ങോട്ട് ജീവിക്കാം എന്നത് തന്നെയാണ് ഈ വിലാപത്തിൻ്റെ, ഈ കരച്ചിലിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അതിനാൽ ഇനി ആരും കരയുകയോ മുറവിളി കൂട്ടുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ക്രിസ്തുവിൽ ആനന്ദിക്കാം.